ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ടിന്റെ അടുത്താണോ, അത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും കണക്കാണ്. ബോയ്സിലും ജെന്യൂൻ അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾസിലും ജെന്യൂൻ അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അത് ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ടിന്റെ അടുത്താണോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഞാനൊരു റിയൽ ആയിട്ട് നടന്ന സ്റ്റോറിയാണ് കേട്ടോ. ഒരു കുട്ടി കേട്ടാ, ആ കുട്ടിക്ക് ഒരു 10-16 വയസ്സ്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്ത്, 16 വയസ്സ്, ആ സമയത്തൊക്കെ 16 വയസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ടൈമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇട്ടാവട്ടത്ത് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഒരു 16 വയസ്സ് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പ്രായം. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്ത്, ആ കുട്ടിക്ക് ഒരു ചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്ത്, ആ കുട്ടി എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൊള്ളാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ അടുത്ത് തന്നെയാണ്, പിന്നെ ചേട്ടനെയും കാണാൻ കൊള്ളാം, ഒരു ഫാമിലി നല്ലതാണ്, എല്ലാ ബാക്ക്ഗ്രൗണ്ടും നല്ലതാണ്. അപ്പൊ എന്ത് ചെയ്ത്, ആ കുട്ടി എസ് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ ഫസ്റ്റത്തെ പ്രണയം ഉണ്ടോ എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. ആ കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ വ്യക്തിയോട് മാത്രമാണ്. ഫസ്റ്റത്തെ പ്രണയവുമാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അവർ തമ്മിൽ പ്രണയിച്ചു. അപ്പൊ അന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോണൊന്നും ഉണ്ടായില്ല, സാധാ ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അതും വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും ഫോണാണ്. അപ്പൊ അച്ഛന്റെ ഫോണിലോട്ടാണ് വിളിക്കുന്നത്. ആ വ്യക്തി നമ്പർ കൊടുത്തെന്ന് വെച്ചാൽ അതിന് നമ്പർ കൊടുക്കാനായിട്ട് കുറച്ച് പേര് ആ വീടിന്റെ ഇട്ടാവട്ടത്തുള്ള കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കാണാനോ ആ ഒരു സംവിധാനം ഒന്നും ഉണ്ടായില്ല. കാരണം കഴുകൻ കണ്ണുകളോടുകൂടി തന്നെ ആൾക്കാർ നോക്കിയിരിക്കുന്ന, ചുറ്റുവട്ടം നോക്കിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ആ കുട്ടി ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആ ചേട്ടന്റെ വീടിന്റെ അടുത്ത് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് വഴി എന്ത് ചെയ്ത് ഈ നമ്പർ കൊടുത്തു, അച്ഛന്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്ത്, അച്ഛനെ കോണ്ടാക്ട് ചെയ്യണമല്ലോ, അച്ഛനെ വിളിക്കണമല്ലോ. അച്ഛനെ വിളിക്കാനായിട്ട് എന്ത് ചെയ്ത്, അവന്റെ ഫ്രണ്ട് ആയിരുന്നു അച്ഛനെ വിളിക്കാനായിട്ട് എല്ലാം വെച്ചിട്ട് വീഡിയോ കോൺഫറൻസിങ് ആ ഒരു കോളിൽ ഇട്ടുകൊണ്ട് അച്ഛനെ വിളിക്കും. അച്ഛനെ എന്ത് ചെയ്ത്, ആ പെണ്ണ് സംസാരിച്ച് പാട്ടിലാക്കി. എന്നിട്ട് എന്നും വൈകുന്നേരം ആകുമ്പോൾ കോൾ വിളിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്ത്, അച്ഛൻ എന്ത് ചെയ്ത്, ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ലാസ്റ്റ് എന്ത് ചെയ്ത്, ആ പെണ്ണ് മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് അവരവരുടെ പ്രണയം അവർ പരസ്പരം കൂടെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോറ് കഴിച്ചോ, ഫുഡ് കഴിച്ചോ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് അവരുടെ പ്രണയം. അല്ലാണ്ട് വേറൊന്നുമില്ല. അങ്ങനെ ചോദിക്കുന്നതിൽ തന്നെ അവർ ഒരുപാട് പ്രണയം, ഒരുപാട് അർത്ഥങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു. അതാണല്ലോ നമ്മുടെ ഫസ്റ്റത്തെ പ്രണയം. ഇപ്പോഴത്തെ പ്രണയത്തിന്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പണ്ടത്തെ പ്രണയം അങ്ങനെയായിരുന്നു. അങ്ങനെ അവര് തമ്മില് പ്രണയിച്ചു. പക്ഷെ ലാസ്റ്റ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അത് പിടിച്ചു. പെൺകുട്ടിയുടെ കാരണം തൊട്ടടുത്താണല്ലോ. പെൺകുട്ടിയുടെ വീട്ടിൽ പിടിച്ചു. പിന്നെ വീട്ടില് പ്രശ്നങ്ങളായി. പിന്നെ പെൺകുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വെച്ചിട്ട് വീട്ടുകാരോട് പറയും. അങ്ങനെ വീട്ടുകാരോട് എല്ലാം പറഞ്ഞു. അപ്പൊ വീട്ടിലെ അമ്മ പറഞ്ഞു, ഇനി അവനായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു. പിന്നെ അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടി തലയിൽ തൊട്ടൊക്കെ സത്യം ചെയ്തു. കള്ളസത്യം ഇടുന്നു. കാരണം അവളെ സ്നേഹിച്ച, ജീവനെ തുല്യം സ്നേഹിച്ചൊരു വ്യക്തിയെ മറക്കാനായിട്ട് അവൾക്ക് പറ്റത്തില്ല. ഇപ്പൊ അമ്മയുടെ സമാധാനത്തിന് വേണ്ടി അങ്ങനെയൊക്കെ കള്ളസത്യമൊക്കെ ചെയ്തു. ഇനി യാതൊരുവിധ റിലേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് തമ്മില് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, തല്ലുകൊടുത്തൊക്കെ ഉണ്ടാവും. കാരണം അവനോട് ഇവിടെയൊക്കെ കറങ്ങാൻ പോവാനൊക്കെ ആയിട്ട് വിളിക്കുകയൊക്കെ ചെയ്യും. കാരണം അവർക്ക് പരസ്പരം കാണാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പൊ കറങ്ങാൻ പോവാനൊക്കെ വിളിക്കുമ്പോ ഇവള് വിചാരിക്കും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് സത്യം ചെയ്തെങ്കിലും, പക്ഷെ അവൾ ഒരിക്കലും അവനെ മറക്കാൻ തയ്യാറല്ല. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഒപ്പം കറങ്ങാൻ പോകാനായിട്ട് അവൾക്ക് താല്പര്യമില്ല. അത് താല്പര്യമില്ല എന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജിന് ശേഷം മാത്രമേ അവൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ള തരത്തില് വളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവര് തമ്മിലുള്ള പ്രണയത്തിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. പിന്നെ അതുകൂടാണ്ട് പിന്നെ അവൾക്ക് എക്സാം ആയി, അവൾക്ക് പ്ലസ് ടുന്റെ എക്സാമിന്റെ ടൈമൊക്കെ ആയി. അപ്പൊ അവൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ സബ്ജക്റ്റിന് എപ്പോഴും ജസ്റ്റ് മാർക്ക് അവൾക്ക് കിട്ടാറുള്ളൂ. അപ്പൊ അതിനെ മിക്കവാറും ഫെയിൽ ആവുമോ എന്നുള്ളൊരു പേടി കൊണ്ട് അവൾ എന്ത് ചെയ്ത്, അവനിൽ നിന്ന് ഗ്യാപ്പ് ഇടാനുള്ള ഒരു ചിന്താഗതിയൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ അപ്പൊ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഗ്യാപ്പ് ഇടുകയും ചെയ്യണം, എന്നാലും അവൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പിന്നെ അവൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്നതിന് ഉഴപ്പ് കാണിക്കും. അപ്പൊ ആ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവര് തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്ത്, ഇവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് എന്ത് പ്രശ്നങ്ങൾ ഇവര് തമ്മിൽ ഉണ്ടെങ്കിലും ഇവൻ ചെന്നുകൊണ്ട് ആ ഫ്രണ്ടിനോട് എല്ലാം പറയും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ അവൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. പക്ഷെ എന്നാലും അവൾ എന്ത് ചെയ്ത്, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ സംശയിച്ചില്ല. കാരണം സംശയരോഗത്തോടുകൂടി തന്നെ കണ്ടു കഴിഞ്ഞെങ്കിൽ അതൊരു പൊസസീവ്നെസ് അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൾ എന്ത് ചെയ്ത്, അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ നെഗറ്റീവായിട്ട് അവൾ കണ്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോയും ഗേളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ലെവലിൽ അവൾ കണ്ടിരുന്നുള്ളൂ. പക്ഷെ ഒരു ദിവസം ഇവര് അവര് ഭയങ്കരമായിട്ട് തല്ലുപിടിച്ച് കഴിഞ്ഞപ്പോ ഇവൻ ചെന്നുകൊണ്ട് എന്ത് ചെയ്ത്, അത് അവളോട് ചെന്നുകൊണ്ട് പറയുകയും ചെയ്തു. തല്ലുകൊടുത്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു തല്ലുകൊടുത്തോളൂ.
പക്ഷെ അവളോട് ചെന്ന് പറഞ്ഞു എന്നിട്ട് അവള് ഇവളെ വിളിച്ചോണ്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നിനക്ക് അവനോട് താല്പര്യമില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ, നീ നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല, കാരണം എനിക്ക് വലുത് അവനാണ്, അവന്റെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റൂല, നിനക്ക് അവൻ ഇപ്പോഴല്ലേ അറിയുള്ളൂ, എനിക്ക് അവന് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്, അപ്പൊ അവന്റെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റൂല, നീ എത്രയായാലും പൊക്കോ, ഇനി നീ നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല എന്നും പറഞ്ഞുകൊണ്ട് നീ ഈ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ആ പെണ്ണെന്ന് പറഞ്ഞില്ലേ, ഇവരുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്ത പെണ്ണില്ലേ, ആ പെണ്ണ് ഇവളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഇവർക്ക് അത് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അങ്ങേറ്റത്തോളം ഭയങ്കര സങ്കടമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഒന്നിച്ചു പോകാനല്ല താല്പര്യം, ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും വേറെ പിരിഞ്ഞ് ആ ഒരു ലെവലിൽ പോകണം, അതിനായിരുന്നു അവൾക്ക് താല്പര്യം. കാരണം എന്ന് വെച്ചാൽ അവളെ കാണാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കാണാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ചെറുക്കനാണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റും പിന്നെ ആവശ്യത്തിനുള്ള വണ്ണവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ സംബന്ധിച്ച്, ആ പെൺകുട്ടിയെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് ഭംഗിയുള്ള ചെറുക്കനെയൊന്നും അവള് നോക്കുന്നില്ല, എന്നാലും അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു ചെറുക്കനായിരുന്നു. കാരണം അവരെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞിട്ട് ആരും ഒരു തെറ്റ് പറയത്തില്ല. അപ്പൊ ആ ഒരു തരത്തിലായിരുന്നു നോക്കിയിരുന്നത്. അത്യാവശ്യം കാണാൻ കൊള്ളാം അങ്ങനെ ഒരു ചെറുക്കനായിരുന്നു, സ്വഭാവം കൊള്ളാം എല്ലാം കൊണ്ടും. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കറുത്തിട്ടായിരുന്നു, പിന്നെ അവനേക്കാളും ഏജ് കൂടുതലാണ്. അപ്പൊ അവന്റെ വീട്ടുകാർക്ക് ഈ പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്ന് വെച്ചിട്ട് അവന്റെ അച്ഛനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പക്ഷെ അവൻ സ്നേഹിക്കുന്ന ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, എന്ന് വെച്ചാൽ വീടിന്റെ അടുത്തായിരുന്നു, അപ്പൊ എല്ലാവർക്കും അറിയായിരുന്നു. അവന്റെ ചേച്ചിയും അവരൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്നതായിരുന്നു. ലാസ്റ്റ് എന്റെ ഇവളായിരുന്നു മെയിൻ ആയിട്ടുള്ള വില്ലത്തി. ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ ഒരിക്കലും ആ റിലേഷൻ നല്ല രീതിയിൽ പോകാനായിട്ട് ഇവൾ ആഗ്രഹിച്ചില്ല, ആഗ്രഹിക്കുന്ന പോലെ അവൾ അഭിനയിച്ചിട്ട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ആ കുട്ടിയുടെ അടുത്ത് അവള് ആ കുട്ടിയുടെ അടുത്ത് വിളിച്ചുകൊണ്ട് എപ്പോഴും ഇരുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവരെ തമ്മിൽ പിരിപ്പിക്കാനുള്ള സകല ഇതോടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ ഒപ്പിച്ച് എന്നിട്ട് അവസാനം ഇവള് വേറൊരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ചേർന്ന സമയത്ത് ഇവള് വലിയ അഭിമാനത്തോടുകൂടി തന്നെ വിളിച്ചു പറയുന്നത്, ഞാൻ എന്താണ് ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ കുട്ടിയെ വിളിച്ചെന്ന് പറയണേ, നീ പോയ സങ്കടത്തിന് എന്റെ ആ വ്യക്തിയുടെ പേരും പറയുന്നില്ല, ആ വ്യക്തി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ലാസ്റ്റ് ഞാൻ സമാധാനിപ്പിച്ച് ഞാൻ അവനെ കല്യാണം കഴിക്കേണ്ട വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുള്ള ഇവർക്കടെ വയറ്റിലായതിനു ശേഷമാണ് കാരണം അവിടെ കയറ്റിയത്, അല്ലെങ്കിൽ കയറ്റില്ലായിരുന്നു. എന്റെ അച്ഛൻ മരിച്ചു, അച്ഛൻ ഒരു കാരണവശാലും കയറ്റില്ല എന്നുള്ള ഒരു വാശിയിലായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അവളെ കല്യാണം കഴിച്ചത്. എന്നിട്ട് അവള് പറയുന്നതാണ് ഭയങ്കര അഭിമാനത്തോടുകൂടി തന്നെയാ പറയുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് നീ പോയതിനു ശേഷം പുള്ളി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു, ആ സങ്കടത്തിൽ ഞാൻ ആശ്വസിപ്പിച്ച് ലാസ്റ്റ് ഞാൻ അവനെ കെട്ടേണ്ട വന്നു. ഇവളുടെ ഈ കുരുട്ടുബുദ്ധിയൊക്കെ അവൾക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ സംശയരോഗത്തോടുകൂടി തന്നെ കാണുന്നത് എങ്ങനെ ആണെന്നുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് അവള് മൗനം പാലിച്ചു നിന്നത്. അവള് മൗനം പാലിച്ചുകൊണ്ടാണ് അവൻ അവളെ കല്യാണം കഴിച്ചേക്കുന്നത്. എന്നിട്ട് അവൾ എന്തൊരു അഭിമാനത്തോടുകൂടി തന്നെ പറയണത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അവ എന്റെ പൊന്നോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പെണ്ണിന്റെ എനിമി ഒരു പെണ്ണ് തന്നെയാണ്. അതെല്ലാ പെണ്ണുങ്ങളും ഇല്ല, ചില പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്, ഇങ്ങനത്തെ ഒരേ ടൈപ്പ് ഒരു പെണ്ണുങ്ങളുണ്ട്, ഒരു കാറ്റഗറിയിൽപ്പെട്ട അവന്മാരുണ്ട്. എല്ലാം എന്താണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ അഭിനയിക്കും, എന്നിട്ട് അവര് പിരിപ്പിച്ചിട്ട് അവിടെ ഗോൾ അടിക്കാനായിട്ട് ഇവള് കാത്തു നിൽക്കും. അങ്ങനത്തെ ഉള്ള അവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ ശരിക്കും ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും, ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കും. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യും, ഇവനങ്ങോട്ട് വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പൊ അവൻ അറിഞ്ഞങ്ങോട്ട് വരണം. പക്ഷെ ഇവളുടെ മനസ്സിൽ ഇഷ്ടം ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അവളുടെ മനസ്സിൽ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അതൊക്കെ പറ്റൂല. ഇതെങ്ങനെയും പിരിപ്പിക്കാൻ അവൾ നോക്കി, പഠിച്ച പണി 18 നോക്കി. അത് അന്നേ അവൾക്ക് ആ പെൺകൊച്ചിന് മനസ്സിലായതുകൊണ്ട് ആ പെൺകൊച്ചിന് ഇത് നൈസായിട്ട് ഒഴുകി മാറിയതാണ്. എന്നിട്ട് അവൾ അഭിമാനത്തോടുകൂടി തന്നെയായിരുന്നു പറയുണ്ടായിരുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. ചിലവ് ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്, അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ മാത്രമൊന്നുമില്ല, ആണുങ്ങളുണ്ട്. ചില ആണുങ്ങൾക്ക് എന്തെങ്കിലും പെൺപിള്ളേരോട് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും. അപ്പൊ ആ പെൺകൊച്ചിന് വേറൊരു ആണിനോട് ഇഷ്ടം ഉണ്ടായിരിക്കും. അപ്പോ ഇവൻ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ അവരെ തമ്മിൽ പിരിപ്പിക്കാനായിട്ട് നോക്കുന്ന ആണുങ്ങളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ എന്ന് വെച്ചാൽ അത് ജെന്യുവിൻ ആണോ, നമ്മുടെ നല്ലതിനാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സും ഗേൾസും ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിൽ നെഗറ്റീവ് ഉള്ള ഫ്രണ്ട്സ് ആരാണെന്ന് എനിക്കറിയാം, പോസിറ്റീവ് ഉള്ള ഫ്രണ്ട്സ് ആരാണെന്ന് എനിക്കറിയാം. ഞാൻ പോസിറ്റീവ് ഉള്ള ഫ്രണ്ട്സിന്റെ അടുത്താണ് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നൊരു കാരണവശാലും പറയരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സ് ഗേൾസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ്. പക്ഷെ എന്തിനും ഒരു അടിത്തറ വേണം. ഇപ്പൊ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ കുറച്ച് പാഠങ്ങൾ പഠിച്ചുകൊണ്ട്, ഞാനത് ചെറിയ ക്ലാസ്സിൽ തുടങ്ങി ഞാൻ പഠിച്ചായിട്ടുള്ള കുറെ പാഠങ്ങളാണ്.
ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഞാൻ നിർത്തേണ്ട ലെവലിൽ ഞാൻ നിർത്തുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിലോട്ട് ഇപ്പൊ ഞാനിപ്പോ പ്രണയിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിലോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്റെ ലൈഫിലോട്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിലോട്ട് ഒരുത്തനെയോ ഒരുത്തിയോ ഞാൻ കടത്താൻ ഞാൻ ശ്രമിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തമ്മിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് തമ്മിൽ തീർക്കാൻ അറിയാം. അതില് മൂന്നാമത് ഒരാളെ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ അതേപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പെങ്ങന്മാരുണ്ട്, ചില പെങ്ങന്മാര് സഹോദരങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. അവരെയും ചില ആൾക്കാരെ ഇടപെടുത്താൻ പാടില്ല. എന്ന് വെച്ചാൽ സഹോദരങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന, കല്യാണ ശേഷം ജീവിതം നശിപ്പിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ചില ആണുങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നമ്മുടെ ജീവിതത്തിലോട്ട് ഒരിക്കലും എന്ന് വെച്ചിട്ട് ഫാമിലി അല്ലേന്ന് ഓർത്ത് നമ്മൾ അവരെ ഉൾപ്പെടുത്താൻ നോക്കും. പക്ഷെ അവരെ ഒരു കാരണവശാലും ഉൾപ്പെടുത്തരുത്. എന്ന് വെച്ചിട്ട് അവര് സഹോദരങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ടൈപ്പിലുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട്. അങ്ങനെ അല്ലാത്ത ആൾക്കാരെ മാത്രം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരോടൊപ്പം എന്തെങ്കിലും ആണുങ്ങളും ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ ലവേഴ്സോ ആണും പെണ്ണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്താം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷനെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റും. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഫാമിലിയിൽ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടുത്താം. അല്ലാണ്ടുള്ള ആൾക്കാരോ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇടപെടുത്താം. അല്ലാണ്ടുള്ള ആൾക്കാരെ ഒരു കാരണവശാലും ഇടപെടുത്താൻ നിൽക്കരുത്. അത് ഞാൻ എന്റെ ചെറുപ്പത്തിലെ ഓരോന്നും ഇങ്ങനെ കണ്ടും കേട്ടും വളർന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും അറിയാം എന്റെ സ്വഭാവം. എന്റെ ലൈഫ് പാർട്ട്ണർ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും ഒരു കാരണവശാലും ഞാൻ എന്റെ ഫ്രണ്ട്സിനായാലും ബോയ്സിനായാലും ഗേൾസിനായാലും ഞാൻ ഇടപെടുത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇത് ഇടപെടുത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും പറ്റില്ല. എനിക്ക് അത്രയും ഞങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ എന്തെങ്കിലും അത്രയും ഭയങ്കരമായിട്ട് ഈഗോ ആ ഒരു ഇത് വന്ന് പരസ്പരം മിണ്ടാണ്ടിരുന്നു അകന്നൊക്കെ ഇരുന്നെങ്കിലും നമുക്ക് മിണ്ടണമെന്നുണ്ടാവില്ല. ചെന്ന് മിണ്ടാനായിട്ട് ഒരു ഇതുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെന്ത് വിചാരിക്കും, നമ്മളായിട്ട് അങ്ങനെ ചെന്ന് കുത്തുമ്പോ ആളെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ അതും അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ റിലേഷനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കപ്പാസിറ്റി പവറുള്ളവരെ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തരുത്. കാരണം എന്ന് വെച്ചാൽ അല്ലാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവര് നമ്മുടെ ആ നല്ലൊരു റിലേഷനെ അവര് രണ്ടാക്കി ഒടിച്ചു മടക്കി തരും. അങ്ങനത്തുള്ള സാധനങ്ങളുണ്ട്. അത് ആണുങ്ങളിലും ഉണ്ട്, പെണ്ണുങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോഴൊക്കെ സൂക്ഷിച്ചും കണ്ടും കൂടാം.